20 കേരള വിസ, ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് വിസയ്ക്കുള്ള അവസരമുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന ഒരുമാതിരിപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ സാധനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇതെല്ലാം മലയാളികളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നുള്ളതാണ് ഏറ്റവും വലിയ ഫൺ ഫാക്ടർ. കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം അത് കുറച്ചെങ്കിലും ഉപയോഗിക്കുക. പിന്നെ പൈസ കൊണ്ട് 10 ലക്ഷം 15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇങ്ങനൊരു വിസ ഇല്ലായിരുന്നു, ഇങ്ങനെ സംഭവം ഇല്ലായിരുന്നു പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. മലയാളികളാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് മലയാളികളാണ്. വളരെ വളരെ വിഷമകരമായ ഒരു ഫാക്ടാണ്, ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് മലയാളികളാണെന്നുള്ളത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് എടുത്ത് ചാടി പൈസ കൊടുക്കുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിളെങ്കിലും ചെയ്ത് നോക്കോ, ഇങ്ങനൊരു സാധനം ഉണ്ടോ, ഇങ്ങനൊരു ഏജൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ കെയർ വിസ കൊടുക്കുന്നുണ്ടോ. കോമൺ സെൻസ് അല്ലേ, അതൊന്ന് യൂസ് ചെയ്യും. പറ്റിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പറ്റിക്കുക, പൈസ വാങ്ങിക്കുക എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബം പണയം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ പൈസ കൊടുക്കുന്നത്. അപ്പം ഇതുപോലത്തെ പറ്റിക്കലുകൾ ഒരുപാടുണ്ട്. അപ്പം ബിവെയർ, നല്ല രീതിയിൽ